ഹലോ ഗായ്സ്, നമുക്കിന്നൊരു വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്കയെല്ലാം മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. വെള്ളം കുറവാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടി 1 കപ്പ് നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ജീരകം, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും വെള്ളരിക്കയെല്ലാം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളരിക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറി ഇതൊന്ന് തിളച്ച് വരാനായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് വറുത്തതിന് ശേഷം അത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ചൂടാറുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ചൂടെല്ലാം നന്നായിട്ട് മാറി ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഈ തൈര് കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടവും ഈസിയുമായിട്ടുള്ള കിച്ചടി റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം.